ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വസിൻഡേൽ മൈ ഡ്രീം വേൾഡ്. ഞാൻ നിങ്ങളുടെ ജിഷ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ ഡിസൈനാണ്. നിങ്ങളുടെ ഡ്രസ്സുകളിൽ വളരെ എളുപ്പം തന്നെ 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണിത്. വരയ്ക്കാൻ അറിയാത്തവർക്കും വളരെ ഈസി ആയിട്ടിത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ തുണി ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ഹാർട്ട് ഷേപ്പ് ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനതിനെ തുണിയിലോട്ട് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. പിൻ ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ഫാബ്രിക് പെയിൻറ് എടുത്തിട്ടുണ്ട്, ഇയർബഡ്സും എടുത്തിട്ടുണ്ട്. നമ്മൾ ഇയർബഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ആദ്യം ഒരു ഇയർബഡ്സിലെ സ്കൈ ബ്ലൂ കളറ് പെയിൻറ് എടുത്ത് ഇതുപോലെ ഡോട്ട്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് അടുപ്പിച്ച് ഡോട്ട്സ് ഇടണം. അതിനുശേഷം ഇച്ചിരി ദൂരെയായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. ആ ഷേപ്പ് വരുന്ന ഭാഗത്ത് ഡോട്ട് ഇടുമ്പോൾ ഇച്ചിരി കട്ടിക്ക് തന്നെ പെയിൻ്റ് എടുത്തിട്ട് വേണം ചെയ്യാനുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഞാനിവിടെ നെക്സ്റ്റ് ആയിട്ട് നേവി ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അതുപയോഗിച്ച് ഇതുപോലെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കണം. ഷെയ്ഡിങ് മെത്തേഡിലും സ്ട്രോക്ക് മെത്തേഡിലും എങ്ങനെയാണ് ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാൻ പറ്റുക എന്നുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ കാർട്ടിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട്. വരയ്ക്കാനൊന്നും അറിയാത്ത ഏതൊരാൾക്കും ഇതുപോലെ നമുക്ക് സിമ്പിൾ ട്രിക്കിലൂടെ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്ത് ഡ്രസ്സുകളൊക്കെ മനോഹരമാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവൂലേ എന്തെളുപ്പമാണ് ഈ ഫാബ്രിക് പെയിൻറ്റിങ് ഡിസൈൻ ചെയ്യാനായിട്ടെന്ന്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ കൂടുതൽ വെറൈറ്റി ക്രിയേറ്റീവ് അടിപൊളി വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. എന്നാലേ ഞാൻ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഞാനിവിടെ റെയിൻബോയുടെ കളർ കോഡിലെ വിജിയോർ എന്ന രീതിയിൽ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ വയലറ്റും ഇൻഡിഗോയും കിട്ടിയിട്ടില്ല. അതിന് പകരമായിട്ട് ഞാനിവിടെ സ്കൈ ബ്ലൂവും ബ്ലാക്കും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനലി ഞാൻ ബ്ലാക്ക് കളർ കൊടുത്ത് അവിടെ ഫിനിഷ് ചെയ്യുവാണ്. അതിനുശേഷം കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ആ ചാർട്ട് പിൻ ചെയ്ത് വെച്ചേക്കുന്ന എടുത്ത് മാറ്റുമ്പോഴത്തേക്കും നമ്മുടെ ഡിസൈൻ അവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.